ബംഗാളിലും തമിഴ്നാട്ടിലും റെക്കോർഡ് പോളിംഗ്. ഇന്നലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ബംഗാളിലും തമിഴ്നാട്ടിലും റെക്കോർഡ് പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയത്. ബംഗാളിൽ ആദ്യഘട്ട വോട്ടെടുപ്പാണ് ഇന്നലെ നടന്നത്. 152 മണ്ഡലങ്ങളിലേക്കാണ് ബംഗാളിൽ വോട്ടെടുപ്പ് നടന്നത്. ഇവിടെ 6 മണിക്ക് ശേഷം ഏതാണ്ട് 90% അടുത്തു ഇന്നലെ വരെ. ഒരുപക്ഷെ കൃത്യമായ കണക്ക് വരാൻ ഇനി അല്പം കൂടി സമയം വേണ്ടിവരും. ഒരുപക്ഷെ ഇന്ന് കൃത്യമായ കണക്ക് വരാനുള്ള സാധ്യത ഏറെയാണ്. പക്ഷെ ഇന്നലെ വോട്ടെടുപ്പ് കഴിഞ്ഞ് ഏതാണ്ട് 6:30 കൂടി 90% വോട്ടെടുപ്പ് നടന്നുവെന്നാണ് ഇലക്ഷൻ കമ്മീഷന്റെ അനൌദ്യോഗികമായ വെളിപ്പെടുത്തൽ. 152 മണ്ഡലങ്ങളിലേക്ക് 5,67,00,000 വോട്ടർമാരാണ് ഇന്നലെ പശ്ചിമ ബംഗാളിൽ വോട്ടെടുപ്പിലേക്ക് പോയത്. ഇവിടെ തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിലാണ് പ്രധാനപ്പെട്ട മത്സരം എന്ന് ഓർക്കേണ്ടതുണ്ട്. CPM നാമാവശേഷമായിട്ടുള്ള ഒരു വോട്ടെടുപ്പ് കൂടിയാണ്. 34 വർഷം ബംഗാളിൽ ഭരിച്ച CPM ഇന്ന് അവിടെ വളരെ തുച്ഛമായ സീറ്റുകളിൽ മാത്രമാണ് മത്സരിക്കുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. മറ്റൊന്ന്, തമിഴ്നാട്ടിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പാണ്. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനം എന്ന നിലയിൽ തീർച്ചയായും കേരളീയർക്ക് ഏറെ കൗതുകത്തോടു കൂടി നോക്കുന്ന ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് തമിഴ്നാട്ടിൽ നടന്നത്. ഇന്നലെ നിയമസഭാ വോട്ടെടുപ്പ് കഴിഞ്ഞ് ഏതാണ്ട് 6:30 കൂടി അവിടെ 87% വോട്ടെടുപ്പ് നടന്നത്. തമിഴ്നാട്ടിൽ DMK മുന്നണി, അതേപോലെ തന്നെ AIDMKയും BJPയും ചേർന്നുള്ള സഖ്യമുന്നണി, നടൻ വിജയ് നയിക്കുന്ന TVK മുന്നണി, ഈ 3 മുന്നണികളാണ് തമിഴ്നാട്ടിൽ പ്രധാനമായും മത്സരിക്കുന്നത്. അവിടെ കൃത്യമായ ഒരു മുൻതൂക്കം തങ്ങൾക്ക് ഉണ്ട് എന്നാണ് DMK അവകാശപ്പെടുന്നത്. എന്നാൽ BJPയും AIDMKയും കഴിഞ്ഞ തവണത്തേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ കഴിയും സീറ്റ് നില എന്നുള്ള ഒരു അവകാശവാദം ഉന്നയിക്കുന്നു. നടൻ വിജയ് നയിക്കുന്ന TVK ആകട്ടെ ഇത്തവണ തങ്ങൾ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിക്കൊണ്ട് വിജയ് മുഖ്യമന്ത്രിയാകുമെന്നുള്ള പ്രതീക്ഷയിലുമാണ്. ഈ തമിഴ്നാട്ടിലെയും ബംഗാളിലെയും ഉയർന്ന ഭൂരിപക്ഷം തെളിയിക്കുന്നത് എന്താണ്? അവിടെ ആര് അധികാരത്തിൽ വരും എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഈ ഉയർന്ന പോളിംഗുമായി ബന്ധപ്പെട്ട് പ്രവചിക്കുക അസാധ്യമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജനാധിപത്യത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം കൂടി വരുന്നു എന്നുള്ളതാണ്. 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ ഇത്തവണ വലിയ പോളിംഗ് ആണ് ഉണ്ടായത്. 87%-ലധികമാണ് കേരളത്തിൽ ഉണ്ടായ പോളിംഗ്. അതുപോലെ തന്നെയാണ് തമിഴ്നാട്ടിലെയും ബംഗാളിലെയും ഇന്നലെ ഉണ്ടായിരിക്കുന്ന പോളിംഗ്. ഇന്ന് കൃത്യമായിട്ടുള്ളൊരു കണക്ക് ബംഗാളിലെയും തമിഴ്നാടുമായും ബന്ധപ്പെട്ട് ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് അറിയേണ്ടത്. ഇന്ന് രാത്രി വൈകി വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായിട്ടുള്ളൊരു കണക്ക് പുറത്തുവിട്ടിട്ടില്ല. 6 മണിക്ക് ശേഷമുള്ള കണക്കാണ് ബംഗാളിലെ 90%, അതേപോലെ തന്നെ തമിഴ്നാട്ടിലെ 90%-നോട് അടുത്തുമുള്ള ഒരു പോളിംഗ് ശതമാനം. തീർച്ചയായും ഇത്തരത്തിലുള്ള പോളിംഗ് ശതമാനം വർദ്ധിക്കുന്നത് ജനങ്ങൾക്ക് ജനാധിപത്യത്തിലുള്ള വിശ്വാസം കൂടുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഉയർന്ന പോളിംഗിനു പിന്നിൽ SIRുമായി ബന്ധപ്പെട്ട ക്രമക്കേടാണ് എന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിട്ടുണ്ട്. SIR എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്നാണ് അർത്ഥം. അതായത് ഉദാഹരണമായിട്ട് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 24 ലക്ഷം പേരാണ് ഇത്തവണ വോട്ടർ പട്ടികയിൽ നിന്ന് അപ്രത്യക്ഷമായത്. ആ കൂട്ടത്തിൽ മരിച്ചവരുണ്ട്, കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പോയവരുണ്ട്. ഇങ്ങനെയുള്ള അവ്യക്തതയുള്ള ഒരുപാട് പേരാണ് 24 ലക്ഷം പേരിൽ പെടുന്നത്. രണ്ടാമതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് 20 ലക്ഷം പേർ പുതിയതായി കേരളത്തിലെ വോട്ടർമാരുടെ ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇവർക്ക് തീവ്ര പരിശോധന ആവശ്യമാണ്, ഇവരെ ഐഡന്റിഫൈ ചെയ്യാൻ. എന്നാൽ ഇത്തരത്തിലൊരു തീവ്ര പരിശോധന നടന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തെരഞ്ഞെടുപ്പിന് 2-3 ദിവസം മുൻപായിട്ട് ഈ 20 ലക്ഷം പേരിൽ കുറച്ചു പേർക്കെങ്കിലും കുറെ ലിങ്ക് അയച്ചു കൊടുത്തു. എന്നിട്ട് അത് ഫില്ല് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ അപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇത്തരത്തിൽ വോട്ടെടുപ്പിന്റെ പോളിംഗ് ശതമാനം വർദ്ധിക്കാനുള്ള കാരണം ഈ SIRുമായി ബന്ധപ്പെട്ട അവ്യക്തതയാണ് എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത്. ഒരുപക്ഷെ അത് ശരിയായിരിക്കാം. BJPയെ സഹായിക്കുന്ന തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിച്ചു എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത് ഈ SIRുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഈ SIRുമായി ബന്ധപ്പെട്ടുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു ഉത്കണ്ഠ അല്ലെങ്കിൽ അവർ രേഖപ്പെടുത്തിയിരിക്കുന്ന ആശങ്ക ഒരുപക്ഷെ ഈ പോളിംഗ് ശതമാനത്തിന്
ഉയർന്നതിന് പിന്നിൽ ഉണ്ടാകാം എന്നുള്ള ഒരു ആശങ്കയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നത്. ഒരുപക്ഷെ അത് തന്നെ ആവാതിരിക്കാം. ഏതായാലും SIR-മായി ബന്ധപ്പെട്ട് വലിയൊരു ആശങ്കയാണ്, ഒരു അവ്യക്തതയാണ് നിലനിൽക്കുന്നത്. ആ അവ്യക്തത ഈ ഉയർന്ന പോളിംഗ് ശതമാനത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും എടുത്തു പറയത്തക്ക അല്ലെങ്കിൽ സൂക്ഷ്മ തലത്തിൽ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.